നമസ്കാരം. നടൻ സലീം കുമാർ അന്തരിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 56 വയസ്സായിരുന്നു പ്രായം എന്നാണ് വാർത്തകളിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം ഫീച്ചറുകൾ പത്രങ്ങളിലും മറ്റും വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ. എന്നാൽ എനിക്ക് പറയാനുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇതേക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സലീം കുമാർ എന്ന് പറയുന്ന നടനെയോ വ്യക്തിയെയോ ഒന്നും വിലയിരുത്തുകയല്ല ഇവിടെ. മറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, സലീം കുമാർ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ട വ്യക്തിയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി, അമൃത ആശുപത്രി, അവിടെ ഒരു സമ്മേളനം നടത്തിയിരുന്നു. അതായത് ഈ അവയവ മാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയപ്പെട്ട ആൾക്കാരുടെ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഇദ്ദേഹം, സലീം കുമാർ, ഒരു മുഖ്യാതിഥിയായിരുന്നു. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഞാൻ മറുപടി ഒരു വീഡിയോയിലൂടെ കൊടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അതേ കാര്യത്തിന് മറുപടി നൽകുകയാണ്. കാരണം അത് അനിവാര്യമാണ്. അദ്ദേഹം അന്നവിടെ പറഞ്ഞത്, എനിക്ക് കരൾ രോഗം വന്നപ്പോൾ ഞാൻ ആദ്യം സമീപിച്ചത് ചില വൈദ്യന്മാരെയാണ്. അതിലൊന്നാമത്തെ വൈദ്യൻ നിങ്ങൾക്കറിയാം, മോഹനൻ വൈദ്യർ. രണ്ടാമത്തെ ആൾ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ടു. ഇവർ രണ്ടുപേരും മരണപ്പെട്ട ശേഷമാണ് സലീം കുമാർ ഇത് പറയുന്നത് അമൃത ആശുപത്രിയുടെ അങ്കണത്തിൽ വെച്ച്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രണ്ടുപേരെയും സമീപിച്ച് എൻ്റെ രോഗശമനം മാറ്റാനായിട്ട് ശ്രമിച്ചു. അവരെന്തൊക്കെയോ ചില പച്ചിലകളും അതും ഇതുമൊക്കെ തന്ന് എൻ്റെ രോഗം പഴയതിനേക്കാൾ വഷളായി. ഞാൻ ചാവാതെ രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. അങ്ങനെ ഒടുവിൽ ഞാൻ അമൃത ആശുപത്രിയിലെത്തി. മോഡേൺ ചികിത്സയുടെ ഗുണം കൊണ്ടും മാതാ അമൃതാനന്ദമ്മയുടെ അനുഗ്രഹം കൊണ്ടും എൻ്റെ രോഗം മാറി. ഞാനിപ്പോൾ ആരോഗ്യവാനാണ്, ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ ആ വേദി തന്നെ അതിൻ്റെ തെളിവാണ്. സലീം കുമാറിനെ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ വക്താക്കൾ, അല്ലെങ്കിൽ അവയവദാനത്തിൻ്റെ കച്ചവടം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യത്തെയും ആയുർവേദത്തെയും അവഹേളിക്കാൻ നടത്തിയ ഒരു ശ്രമമായിരുന്നത്. അതിന് സലീം കുമാർ കൂട്ടുനിന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം, 2 വ്യക്തികൾ, ഈ 2 പേരും, മോഹനൻ വൈദ്യരും സ്വാമിയും, വളരെ പ്രഗത്ഭരായ 2 ചികിത്സകരായിരുന്നു. ഒരുപാട് വ്യക്തികളുടെ മഹാരോഗങ്ങൾ ഇവർ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല ആരോഗ്യ സംബന്ധികളായിട്ടുള്ള ക്ലാസ്സുകൾ അവരെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത് നമുക്ക് യൂട്യൂബിലും മറ്റും കാണാൻ പറ്റും. സ്വാമി നിർമ്മലാനന്ദഗിരി എന്ന് പറഞ്ഞാൽ വളരെ അധികം പാണ്ഡിത്യമുള്ള, അദ്ദേഹം ഒരു അറിവിൻ്റെ മഹാസാഗരമായിരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് പണ്ഡിതനായ ഒരു മനുഷ്യനായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു മോഹനൻ വൈദ്യർ. രോഗാവസ്ഥയെക്കുറിച്ചും ശരീരത്തിൻ്റെ സ്വയം പ്രതിരോധത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, സിമ്പിളായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് രോഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ക്യാൻസർ രോഗം വരെ അദ്ദേഹം മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരെ, ഇവർ 2 പേരും പോലും തട്ടിപ്പാണ് എന്ന് സമൂഹത്തിലെ ജനങ്ങൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നാട്ടുവൈദ്യത്തെയും ആയുർവേദത്തെയും വളരെ വലിയ ഒരു അളവ് വരെ ഇവർക്ക് തകർക്കാൻ പറ്റും. അപ്പോൾ അതിന് കൂട്ടുനിന്നുകൊണ്ടാണ് നമ്മുടെ സലീം കുമാർ അന്നത് സംസാരിച്ചത്. ആ 2 വ്യക്തികളും അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല. കാരണം അതിൻ്റെ മറുപടി കൊടുക്കേണ്ടത് അവരാണ്. അവർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞേനെ. എന്നാൽ അവർ 2 പേരും മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവരെ 2 പേരെയും ആക്ഷേപിക്കുന്നതിലൂടെ മൊത്തം ആയുർവേദത്തെയും മൊത്തം നാട്ടുവൈദ്യത്തെയും, വേണമെങ്കിൽ നമുക്ക് പറയാം മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ചികിത്സ ഒഴിച്ചുള്ള സകല ചികിത്സാ സംവിധാനങ്ങളെയും മനഃപൂർവ്വമായിട്ട് അപഹസിക്കുകയായിരുന്നു ശ്രീ സലീം കുമാർ. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. പണം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എങ്ങനെ തന്നെ പറഞ്ഞതായാലും ശരി, ആ വ്യക്തികൾ മരണപ്പെട്ട ശേഷം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവർ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ പറയാമായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന് അത് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് മോഹനൻ വൈദ്യർ ജീവിച്ചിരിക്കുന്ന സമയത്ത്, സ്വാമി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല.
അദ്ദേഹം ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അത് പറയുന്നത്. എന്നാൽ അന്ന് ഞാൻ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ചികിത്സയിലൂടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സലീം കുമാർ രക്ഷപ്പെട്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. 56 വയസ്സ് നമ്മളെ സംബന്ധിച്ച് മധ്യായുസ്സാണ്. വാർദ്ധക്യം ആരംഭിക്കുന്നത് 60-ാമത്തെ വയസ്സിലാണെന്ന് നമ്മൾ പറയുന്നു. 60 വയസ്സ് പോലും എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം മോഡേൺ മെഡിസിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെട്ടു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളാണ്. അവസാനം അദ്ദേഹം മരണപ്പെട്ടത് അതേ ആശുപത്രിയിലെ ICUവിൽ. അതേ ആശുപത്രിയിൽ വൃക്കകളെല്ലാം തകരാറിലായി ഡയാലിസിസ് നടത്തി വരികയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്ത് തരം രക്ഷപ്പെടലാണ് ഈ ചികിത്സയിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായത്? മോഹനൻ വൈദ്യരോ സ്വാമിജിയോ ഇദ്ദേഹത്തിന് നൽകിയ ചികിത്സ അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെച്ചിട്ട് മറ്റാരുടെയെങ്കിലും കരൾ വെച്ചുപിടിപ്പിക്കാനുള്ള ചികിത്സയായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ പുറന്തള്ളി അദ്ദേഹത്തിൻ്റെ കരളിനെ വിഷവിമുക്തമാക്കി അതിനെ പുനഃസ്ഥാപിക്കാനുള്ള പഴയ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു ചികിത്സയാണ് അവർ നൽകിയത്. അവർ നൽകുന്ന ചികിത്സ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ തന്നെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുന്ന ചികിത്സയാണ്. അതാണ് യഥാർത്ഥ ചികിത്സ. എൻ്റെ കൈക്ക് കുഴപ്പം വരുമ്പോൾ കൈ മുറിച്ച് കളയുന്നതോ ഹാർട്ടിന് കുഴപ്പം വരുമ്പോൾ അത് മുറിച്ച് കളയുന്നതൊന്നുമല്ല ചികിത്സ. മറിച്ച് എന്തുകൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത് എന്നത് മനസ്സിലാക്കി അതിനെ പരിഹരിക്കുന്നതാണ്. അങ്ങനെ പരിഹരിക്കുമ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. ചികിത്സ എപ്പോഴും വേദനാജനകമാണ്. ശരീരം സ്വയം ചികിത്സിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സകല അസ്വസ്ഥതകളും വേദനകളുമെല്ലാം. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഒരുപാട് വിഷമുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും. പക്ഷേ നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ശരീരം ഒരു സ്വയം രക്ഷാപ്രവർത്തനം നടത്തും. അതാണ് ഛർദിൽ. നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും വേണ്ടാത്ത സാധനം ചെന്നാൽ ശരീരം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പുറത്തു കളയാനുള്ള പ്രവർത്തനം അപ്പോൾ തന്നെ ആരംഭിക്കും. ഒന്നുകിൽ നമുക്ക് നല്ല ഛർദിലുണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ വയറിളകും. ഈ 2 രൂപത്തിൽ അതിനെ പരിപൂർണമായിട്ട് പുറന്തള്ളാൻ ശരീരം ശ്രമിക്കുമ്പോൾ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകും. ഈ അസ്വസ്ഥതയെ നമ്മൾ എന്താണ് കരുതുന്നത്? രോഗമായിട്ടാണ്. നമ്മൾ ഛർദിൽ വരുമ്പോൾ, ഇതുപോലെ വയറിളകുമ്പോൾ നമ്മൾ നേരെ ആശുപത്രിയിലേക്ക് പോകും. നമ്മൾ ചെല്ലുന്ന ആശുപത്രിയിലെ നമ്മൾ കാണുന്ന ഡോക്ടർ ഒരു വിവേകമുള്ള നല്ല ഡോക്ടറാണെങ്കിൽ, ആത്മാർത്ഥതയുള്ള ഡോക്ടറാണെങ്കിൽ അദ്ദേഹം പറയും, ഛർദ്ദിച്ച് പൊക്കോട്ടെ, അങ്ങേർക്ക് വെള്ളം കൊടുക്ക്, അല്ലെങ്കിൽ ട്രിപ്പ് കയറ്റ്. കക്കൂസിൽ പോകുന്നതും അല്ലെങ്കിൽ ഛർദ്ദിച്ച് പോകുന്നതും നല്ലതാണ്, ശരീരം ശുദ്ധിയാകുകയാണ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഈ ഛർദിലും വയറ്റിളക്കവും നിർത്താനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഛർദിൽ നിൽക്കും, വയറ്റിളക്കം നിൽക്കും. പക്ഷേ ശരീരം നടത്തിക്കൊണ്ടിരുന്ന ആ സ്വയം ശുദ്ധീകരണ പ്രവർത്തനം തടസ്സപ്പെടും. പുറത്തേക്ക് പോകേണ്ട വിഷം പുറത്തു പോകാതെ ഉള്ളിൽ കെട്ടിക്കിടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അയാൾ മരിച്ചു പോകും. ഇനി അഥവാ അയാൾ മരിക്കത്തക്ക വിഷാംശം ഉള്ളിൽ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ആ വിഷം അവിടെ കിടന്ന് പിന്നീട് അതൊരു വേറെ രോഗമായിട്ട് മാറും. അത് ചിലപ്പോൾ കരളിനെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, ചിലപ്പോൾ അതൊരു ട്യൂമറായിട്ട് മാറും. എന്ത് സംഭവിക്കാം? അത് പോകേണ്ടതായിരുന്നു, അത് പോയില്ല. പോകാനായിട്ട് അല്ലെങ്കിൽ അത് പുറത്ത് തള്ളാനായിട്ട് ശരീരം ശ്രമിച്ചപ്പോൾ നമ്മളതിനെ തടസ്സപ്പെടുത്തി. അപ്പോൾ സലീം കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തപ്പോൾ ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഉണ്ടായി കാണും. അപ്പോൾ അദ്ദേഹം കരുതിയത് ഇതിൻ്റെ രോഗം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് അതൊന്ന് സഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയോ വിവേകമോ ഉണ്ടായിരുന്നെങ്കിൽ ആ ചികിത്സയിലൂടെ അദ്ദേഹം സുഖപ്പെട്ടേനെ. പക്ഷേ അദ്ദേഹം അന്ന് ഭയന്നു. എൻ്റെ രോഗം കൂടുകയാണ് എന്ന് ധരിച്ച് അദ്ദേഹം അത് നിർത്തിയിട്ടാണ് നേരെ ആശുപത്രിയിലേക്ക് ഓടിയത്. അവിടെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ തന്നെ പിന്നീട് കുറച്ച് വർഷങ്ങളെടുക്കും. ആ സമയത്തൊക്കെ അയാൾ മെഡിക്കൽ ഒബ്സർവേഷനിലായിരിക്കും. ആ സമയത്ത് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ചില നിബന്ധനകളൊക്കെ ഡോക്ടർമാർ പറയും. അതെല്ലാം അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ വേദന ഒരു ഭാഗത്ത്, രണ്ടാമത് ഈ ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടത്. നമ്മൾ ഒരു ആയുർവേദ ചികിത്സയ്ക്കോ നാട്ടുവൈദ്യ ചികിത്സയ്ക്കോ പോകുമ്പോൾ അവിടെയും ചില ചിട്ടവട്ടങ്ങൾ അവർ പറയും. നിങ്ങൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ കഴിക്കരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇതെല്ലാം അനുസരിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ആ മരുന്ന് ഫലിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു ഏജൻറ്റ് മാത്രമാണ്. ശരീരത്തിൻ്റെ മറ്റ് മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ശരീരം നോർമൽസിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിന് കരൾ രോഗം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പറയും അങ്ങനെ വെള്ളമായിരുന്നു, അങ്ങനെ വെള്ളം കുടിച്ച് കള്ളു കുടിച്ചാണ്. എന്നാൽ സലീം ഖാർ പറഞ്ഞു, ഞാൻ മദ്യപിക്കുമായിരുന്നില്ല, മദ്യപാനം മൂലമല്ല എൻ്റെ കരൾ തകർന്നത്, ഞാനും അദ്ദേഹം പറഞ്ഞതിനെ ശരിവെക്കും.
കാരണം അദ്ദേഹത്തിന് 45-46 വയസ്സുള്ളപ്പോഴാണ് കരൾ രോഗം ഉണ്ടാകുന്നത്. ആ സമയത്തൊന്നും ഇനി ഒരു മദ്യപാനിയാണെങ്കിൽ കൂടിയും കരളിന് പ്രശ്നമുണ്ടാകില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് അമിതമായിട്ട് കുടിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ അദ്ദേഹം അമിതമായിട്ട് കുടിക്കുന്ന ഒരാളല്ലായിരുന്നു നമുക്കറിയാം. കാരണം അദ്ദേഹം സിനിമയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് റോളുകൾ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു മദ്യപാനിയാണെങ്കിൽ അതൊന്നും സാധ്യമല്ല. വല്ലപ്പോഴും അല്പസ്വല്പം മദ്യപിക്കുന്ന ആൾക്കേ അത് പറ്റുകയുള്ളൂ. സ്ഥിരമായിട്ട് കുടിച്ച് പൂസായിട്ട് ലെവലില്ലാതെ നടക്കുന്ന ആൾക്ക് ഈ അഭിനയമൊന്നും സാധ്യമല്ല. അപ്പോൾ അദ്ദേഹം എങ്ങനെ കരൾ രോഗിയായി എന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാവാം. മദ്യപാനമല്ലെങ്കിൽ, മദ്യപാനം കൊണ്ട് കരൾ രോഗം പെട്ടെന്നുണ്ടാകുമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ഒരുപാട് മദ്യപാനികൾ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് മദ്യപാനികൾ, അവർക്കൊന്നും കരൾ രോഗമില്ല. എന്നാൽ മദ്യം കൈകൊണ്ട് തൊടാത്ത ആൾക്കാർക്ക് ഫാറ്റി ലിവറും മറ്റും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ചില സ്ത്രീകൾക്ക്. അപ്പോൾ ഇദ്ദേഹത്തിന് കരൾ രോഗം ഉണ്ടായത് എന്തുകൊണ്ടാകാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമുക്കറിയാം സിനിമാക്കാർ സെറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതായത് അവരവിടെ ഷൂട്ടിങ്ങിന് പോകുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കും, അത് കഴിക്കും. അവിടെ ഏതെങ്കിലും ഒരു കാറ്ററിംഗുകാരൻ കാണും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും? ഇവർക്കെല്ലാവർക്കും വേണ്ടി ആരോ ഒരുത്തൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ആ ഭക്ഷണം രുചികരമായിരിക്കാം, പക്ഷേ അയാൾ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മസാലപ്പൊടികളും അതുപോലെ തന്നെ അയാൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ അയാൾ വാങ്ങുന്ന മാംസമായാലും മത്സ്യമായാലും ഇതെല്ലാം വിഷമില്ലാത്തതാണോ, സുരക്ഷിതമാണോ എന്നൊന്നും അയാൾ നോക്കാനിടയില്ല. അയാൾ കിട്ടുന്ന സാധനം വാങ്ങി കറിയൊക്കെ ഉണ്ടാക്കി ഉറകൂടും. അതുകൂടാതെ സിനിമാക്കാർക്ക് നമുക്കറിയാം അത്യാവശ്യം ജാടയും അഹങ്കാരമുള്ള ടീമുകളാണ്. എല്ലാവരും ഇല്ലെങ്കിലും പല ആൾക്കാർക്കുണ്ട്. ഒരു ചെറിയ റോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വലിയ ആളെ എന്ന് പറഞ്ഞ് മോശമായിട്ട് പെരുമാറുന്ന, ജാട കാണിക്കുന്ന നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. അത്രയ്ക്ക് ബുദ്ധിയുള്ളവർക്ക്. ഇങ്ങനെയുള്ളവർ ഈ കുക്ക് ചെയ്യുന്ന ആളോടും മറ്റുമൊക്കെ വളരെ മോശമായിട്ട് പെരുമാറും. ഇപ്പോൾ ഒരു ആഹാരം കൊണ്ട് കൊടുത്തു, അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ അവനെ ഫയർ ചെയ്യും. നിന്നെ ഇതിനാണ് നിർത്തിയിരിക്കുന്നത്, എന്ത് തേങ്ങയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവരറിയുന്നില്ല, അവൻ ഇവരോടൊന്നും പറയില്ലെങ്കിലും അവൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ദേഷ്യം അവൻ മറ്റൊരു രൂപത്തിൽ ഇവരോട് തീർക്കും. അത് ചിലപ്പോൾ ഭക്ഷണത്തെ വല്ല മാലിന്യം കയറ്റിയോ മായം കലർത്തിയോ ഒക്കെ ആവാം. അപ്പോൾ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇവർക്ക് അനാരോഗ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്, ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ ക്ഷീണം മാറ്റാനായിട്ട് പലപ്പോഴും വാങ്ങി കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ, അതായത് പെപ്സി, കൊക്കോകോള, ടിന്നിലടച്ച ജ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇവ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണെന്നുള്ളത് ഇവരിൽ പലർക്കും അറിഞ്ഞുകൂടാ. ഇതിലെല്ലാം തന്നെ പെസ്റ്റിസൈഡ് അടങ്ങിയിട്ടുണ്ട്. വല്ലപ്പോഴും 1-2 കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായിട്ടിത് കുടിച്ചാൽ ഉറപ്പായിട്ടും കരളിനും കിഡ്നിക്കും പ്രശ്നമുണ്ടാകും. ഇത് നമ്മുടെ കരളിനും കിഡ്നിക്കും പ്രശ്നമുണ്ടാക്കുമെന്നുള്ളത് പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. എങ്ങനെ എൻ്റെ കരൾ പോയി, എങ്ങനെ എൻ്റെ കിഡ്നി പോയി എന്നൊരു ആലോചിക്കും. ഇത് കുടിച്ചോണ്ട് ആലോചിക്കുന്നത്, പെപ്സി കുടിച്ചോണ്ട്, അല്ലെങ്കിൽ കൊക്കോകോള കുടിച്ചോണ്ട്, അല്ലെങ്കിൽ 7up കുടിച്ചോണ്ട്. ഇത് കുടിച്ചോണ്ടാണ് പോയെന്നുള്ളവർ അറിയുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ കരളിന് പ്രശ്നമുണ്ടാകും. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത്, പൊതുവിൽ ആരും തന്നെ സംശയിക്കാത്ത, ഒരു ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കാത്ത കാര്യമാണ് മെഡിസിൻസ്, അലോപ്പതി മെഡിസിൻസ്, എസ്പെഷ്യലി പെയിൻ കില്ലേഴ്സ്. നമ്മളൊരു വേദന വരുമ്പോൾ നമ്മുടെ വേദന മാറാനായിട്ട് ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ, ഡോളോ, പനാഡോൾ തുടങ്ങി എല്ലാ പെയിൻ കില്ലേഴ്സും നമ്മുടെ കരളിനെ നേരിട്ട് ബാധിക്കുന്ന ഗുളികകളാണ്. മദ്യമാണോ പാരസെറ്റമോളാണോ ഡേഞ്ചറസ്, കരളിന് ഡേഞ്ചറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ആലോചിക്കാതെ പറയാം പാരസെറ്റമോളാണ്. അപ്പോൾ ഒരു തലവേദന വരുമ്പോഴോ പനി വരുമ്പോഴോ പെട്ടെന്ന് ആ പ്രശ്നം മാറാനായിട്ട് പാരസെറ്റമോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അയാളുടെ കരളിന് തകരാറുണ്ടാകും. അപ്പോൾ മദ്യപാനമല്ലെങ്കിൽ സലീം കുമാറിൻ്റെ കരൾ നശിപ്പിച്ചത് ഇങ്ങനെയുള്ള ചില ഘടകങ്ങളാവാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കുറേയേറെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കരളിൽ അടിഞ്ഞുകൂടിയ ടോക്സിൻ, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ടോക്സിൻ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ കുറേയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എല്ലാ ചികിത്സയ്ക്കും പ്രശ്നമുണ്ട്. ഒരു സർജറി നടത്തിക്കഴിഞ്ഞാൽ എത്രയെത്ര കാലം പിന്നീട് ആ സർജറിയുടെ ക്ഷീണം അനുഭവിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം അനുഭവിച്ച് നമ്മൾ കിടക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏത് ചികിത്സ ചെയ്യുമ്പോഴും ആ ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. കാര്യം ശരീരം മെച്ചപ്പെടുകയാണ്, ശരീരത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ചികിത്സ ചെയ്യുന്നത്. അത് നമ്മളൊന്ന് ടോളറേറ്റ് ചെയ്യണം, അതൊന്ന് സഹിക്കാനുള്ള മനസ്സ് കാണിക്കണം. എന്നാൽ അദ്ദേഹം ആ സമയത്ത് അത് രോഗം വഷളാകുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പോയിട്ട് ഈ ചികിത്സ ചെയ്തു, കരൾ മാറ്റിവെച്ചു. കരൾ മാറ്റിവെച്ചിട്ട് സലീം കുമാർ ഒരു 20 വർഷമെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ, 20 വർഷമെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ഒരു 70 വയസ്സെങ്കിലും കടന്നിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം കഷ്ടിച്ച് 6-7 വർഷമാണ് ജീവിച്ചത്. ഈ 6-7 വർഷം അദ്ദേഹം ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കരൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റ് സാധാരണക്കാരെ പോലെ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. വളരെ കഠിനമായിട്ടുള്ള നിഷ്കർഷകളുണ്ട്. അത് പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഒരു സാധാരണക്കാരൻ്റെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ തന്നെ സ്വന്തം ഓർഗാൻസിനെ നമ്മൾ മരുന്നുകളിലൂടെയോ നമ്മുടെ ജീവിതചര്യകളിലൂടെയോ ആരോഗ്യത്തോടെ നിലനിർത്തണം
ഇനി അഥവാ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം നമ്മൾ സ്വാഭാവികമായ വഴിയിലൂടെ വീണ്ടെടുക്കണമെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അവയവദാനവും അവയവ മാറ്റവും ഒക്കെ വളരെ വലിയൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അവയവദാനത്തിൻ്റെ പേരിലൊക്കെ വളരെ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു ബിസിനസ്സാണ്. ഒരു അവയവം മാറ്റി വെക്കുമ്പോൾ ഒരു ആശുപത്രിക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ വ്യക്തിയുടെ ആരോഗ്യം കണക്കിലെടുക്കുമ്പോൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതിയാണ് ഈ അവയവ മാറ്റം. ഒന്നാമത്തെ കാര്യം, ആ വ്യക്തി അയാളുടെ ശരീരം നശിക്കാതെ സ്വന്തം അവയവം നശിക്കാതെ നോക്കണം. രണ്ടാമത്, എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ ആ അവയവത്തെ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചികിത്സയിലേക്കും ജീവിതശൈലിയിലേക്കും മാറും. അങ്ങനെ മാറി നമുക്ക് നമ്മുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള ജീവിത ആസ്വാദനം നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ചികിത്സ നടത്തിയിട്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോകാമെന്നല്ലാതെ ആ ജീവിതം കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഈ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് ഒരുപാട് പണം നഷ്ടമാവുകയും ചെയ്യും. എന്തായാലും ശരി, സലീം കുമാർ ഇപ്പോൾ അന്തരിച്ചു. അദ്ദേഹം ജീവനോടെ ഇല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് മോഹനൻ വൈദ്യരുടെയും സ്വാമിയുടെയും അടുത്തേക്ക് പോയത് വളരെ വലിയ അബദ്ധമായി പോയി എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെയെങ്ങാണ് ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് പറയും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. രക്ഷപ്പെട്ട സലീം കുമാർ എങ്ങനെയാണ് വീണ്ടും കഠിനമായ രോഗത്തിന് കീഴടങ്ങിയത്? എങ്ങനെയാണ് അദ്ദേഹം അതേ ആശുപത്രിയിൽ തന്നെ മരണപ്പെട്ടത്? അപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ചികിത്സ ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതുകൊണ്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു 15 വർഷം കൂടി, കുറഞ്ഞത് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഒരു 15 വർഷം കൂടിയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ, ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇനിയും മോഡേൺ മെഡിസിൻ്റെ പേരിൽ ആയുർവേദത്തെയും നാട്ടുവൈദ്യത്തെയും ഹോമിയോപ്പതിയെയും ആയുഷിൻ്റെ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള ചികിത്സകൾക്ക് പോയിട്ട് നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാകുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ അവർ മാത്രമേ കാണുകയുള്ളൂ. അവർ നിങ്ങളുടെ പണം പിടുങ്ങാനായിട്ട് ഇരിക്കുന്നവരല്ല. അവർ നിങ്ങളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാനായിട്ട് ഇരിക്കുന്നവരാണ്. അവരിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നമുക്കൊരു കുഴപ്പം വരുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അലോപ്പതിയിലെ ഡോക്ടർമാർ വരെ മനസ്സിലാക്കണം, നിങ്ങൾ കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയാലും ആരോഗ്യം പോയാൽ സകലതും പോയി. ആരോഗ്യമില്ലെങ്കിൽ ഒരാൾക്കും ജീവിതം എൻജോയ് ചെയ്യാനോ ജീവിതം ആസ്വദിക്കാനോ പറ്റില്ല. ആ ആരോഗ്യം ശരിയായ രീതിയിൽ നിലനിർത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് പരമ്പരാഗത വൈദ്യശാസ്ത്രമാണ്. ഓഫ് കോഴ്സ് ഈ മോഡേൺ മെഡിസിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. പക്ഷേ ആരോഗ്യ പരിരക്ഷണം വരുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്നത് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ തന്നെയാണ്. അവരുടെ ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കുന്ന ചികിത്സാ രീതിയാണ്. എന്തായാലും സലീം കുമാറിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലി നേരുന്നു.